ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ ബിനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് CPO എക്സാം എഴുതാൻ പോകുന്നവർക്ക് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ആ CPO എക്സാമിൽ എന്തൊക്കെ പഠിക്കണം അല്ലേ? ഏറ്റവും ക്രിസ്പി ആയിട്ട് എങ്ങനെ പഠിക്കാൻ പറ്റും? നമ്മൾ പഴയ, അതായത് ഈ കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ വിമൺ പോലീസ് ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യുക. അതിൽ നിന്നും ഏകദേശം ഒരു 15 പോർഷൻസോളം GKയിൽ നിന്നും ഒക്കെ നമുക്ക് ഉൾപ്പെടുത്തി ഏറ്റവും ക്രിസ്പി ആയിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകാം. അതിൽ നിന്ന് ചോദ്യം ചോദിക്കും എന്ന് ഉറപ്പുള്ള ഒരു പോർഷൻസ് ആണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ പോർഷൻസ് എല്ലാവരും മസ്റ്റ് ആയിട്ട് നോക്കുക. ആദ്യത്തെ പോർഷൻ ഞാൻ കൊടുക്കുന്നത് നീതി ആയോഗാണ്. നീതി ആയോഗ് ഈ ഒരു പോർഷൻ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. എന്തായിരിക്കണം നീതി ആയോഗ് പഠിക്കുന്നത്? ഈ ഒരു എക്സാമിന് പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ കട്ട് ഓഫ് കുറച്ച് കുറവായിരിക്കും, കാരണം ഇത് ഫിസിക്കലും കൂടിയൊക്കെ ഉള്ള എക്സാമാണ്. അതോടൊപ്പം തന്നെ എന്താണ്, പക്ഷേ എക്സാം അത്യാവശ്യം ഈസി ആയിരിക്കും. ഇതൊന്നും ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നെഗറ്റീവ് വരുത്തരുത്. നെഗറ്റീവ് വരുത്താനുള്ള ചാൻസ് കൂടുതലായിരിക്കും. എളുപ്പമാണെങ്കിൽ കൂടുതൽ നെഗറ്റീവ് വരുത്താനാണുള്ള ചാൻസ്. അപ്പം നീതി ആയോഗ് എങ്ങനെ പഠിക്കണം? അതിൻ്റെ ലക്ഷ്യങ്ങൾ പഠിക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ ചോദിച്ചേക്കുന്നത് നീതി ആയോഗ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ നിന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നീതി ആയോഗുമായി പഠിക്കുമ്പോൾ CEO അങ്ങനെ പൊസിഷനിൽ ഇരിക്കുന്നവർ പഠിക്കുക, ഓഫീസ് പഠിക്കുക, ലക്ഷ്യങ്ങൾ പഠിക്കുക. പഴയ അതിന് ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് പഠിച്ചു പോകാവുന്ന ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്, പഞ്ചവത്സര പദ്ധതികളുടെ കൂടെ. അപ്പം ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. പഞ്ചവത്സര പദ്ധതികൾ കണക്ട് ചെയ്ത് തന്നെ, പഞ്ചവത്സര പദ്ധതികളും കൂടെ കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, പഠിക്കാൻ വേണ്ടത് പഞ്ചവത്സര പദ്ധതികളും നീതി ആയോഗം കൂടെ ഒന്ന് റിവിഷൻ ചെയ്യാൻ വേണ്ടി കൂടി വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. ഓക്കെ, രണ്ടാമത്തെ പോർഷനിലേക്ക് കിടക്കാം. രണ്ടാമത്തെ പോർഷൻ നമ്മുടെ ഭരണഘടനയിൽ ചോദിച്ചേക്കുന്നത് ഭരണഘടന രൂപീകരണ സമയത്ത് ചില സംഭവങ്ങളുണ്ട്. അത് ഭരണഘടന എത്ര ഇഷ്ടമല്ലാത്തവർക്കും പഠിക്കാവുന്നതാണ്. രൂപീകരണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. രൂപീകരിച്ചപ്പോൾ കുറച്ച് കമ്മിറ്റികൾ വന്നു. ആ കമ്മിറ്റികളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ആ ഒരു പോർഷൻസ് പ്രധാനമായിട്ടും ജവഹർലാൽ നെഹ്റു അവിടെ എന്തെങ്കിലും പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടും നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ്സ് എവിടെ നിന്ന് കിട്ടും? SCERT ബുക്കിൽ തന്നെ കിട്ടും. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന പോർഷൻസ് ഒക്കെ ഉണ്ട്. അവിടെ നിന്നും നമുക്ക് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് കിട്ടും. സ്റ്റേറ്റ്മെൻ്റ് അല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവുമല്ലോ അദ്ദേഹം പറയുന്ന അന്നേരം പറയുന്ന കോട്ടുകൾ. അപ്പം ഇവിടെ വേണ്ടത് SCERTയിലെ ജവഹർലാൽ നെഹ്റുവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും കോട്ടുകൾ, അദ്ദേഹം പറയുന്ന പ്രസ്താവനകൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം പഠിക്കണം. ഭരണഘടനാ രൂപീകരണം കമ്മിറ്റികൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഈ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യ മേഖലയാണ്. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ പോർഷനാണ്. നമുക്ക് എന്താ എടുക്കാൻ പറ്റുന്നത്? ആ മൂന്നാമത്തെ പോർഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയാണ്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ എന്ന് പറയുമ്പം ഓരോ മന്ത്രിമാരും ആ മന്ത്രിമാരുടെ വകുപ്പുകളും, അതോടൊപ്പം തന്നെ കേരളത്തിലെ മന്ത്രിമാർക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ഏതെങ്കിലും മന്ത്രി ഔദ്യോഗിക പദത്തിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മന്ത്രിസഭ, കറണ്ട് മന്ത്രിസഭയും കൂടെ ഇതിൻ്റെ കൂടെ നോക്കുക. കറണ്ട് മന്ത്രിസഭയും കൂടെ നോക്കുക. ഓക്കെ, കറണ്ട് മന്ത്രിസഭ മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ പ്രത്യേകതകൾ ഉണ്ട് എങ്കിൽ അതും കൂടെ കേരളത്തിലെ മന്ത്രിസഭയുടെ കൂടെ പഠിച്ചു പോവുക. ഇനിയും അവിടെ ബുക്കുകൾ എഴുതിയ ആൾക്കാരുണ്ട്, EMS അല്ലേ, പിന്നെ അതുപോലെ തന്നെ ജോസഫ് മുണ്ടശ്ശേരി, ഇവരൊക്കെ അങ്ങനെ ബുക്കുകളും ഉണ്ടെങ്കിൽ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് തന്നെ ഇവിടെ പഠിച്ചു പോവുക. ദെൻ നാലാമത്തെ പോർഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഏതാണ്? നോക്കിക്കോളൂ, ലിസ്റ്റുകളാണ്. ഭരണഘടനയിലെ തന്നെ ലിസ്റ്റ് വളരെ പെട്ടെന്ന് നോക്കിയിട്ട് പോകാവുന്ന ഒന്നാണ് കൺകറന്റ് ലിസ്റ്റ്. ഓർമ്മയുണ്ടോ? കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ഒക്കെ എന്താണ് എന്നുള്ള ഓർക്കുന്നുണ്ടോ? എത്ര സമയം വേണം റിവിഷൻ ചെയ്യാൻ? എന്തൊക്കെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക, എന്തൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ലിസ്റ്റുകൾ ഒന്ന് നോക്കിയിട്ട് പോവുക. അഞ്ചാമത്തെ ചോദ്യം ഉറപ്പായിട്ട് നോക്കേണ്ട മേഖല ഏതാണ്? ജോഗ്രഫിയിൽ നിന്നാണ്. ഇടയ്ക്കിടെ മിക്സ് ചെയ്ത് പഠിക്കുക. മാപ്സ്, അത് SCERTയിൽ തന്നെ നോക്കിയിട്ട് പോകുവാണെങ്കിൽ എളുപ്പത്തിൽ എൻ്റെയർ പോർഷൻ അവിടെ കിട്ടും. മനസ്സിലായോ? വരച്ച് തന്നെ ഉള്ള പിക്ചേഴ്സ് SCERTയിലുണ്ട്. ഭൂമധ്യരേഖ എന്ത് അല്ലേ? അപ്പം അവിടെ എന്തൊക്കെ നോക്കാൻ പറ്റും? ആ ഭൂമധ്യരേഖയുടെ ഒരു പിക്ചർ കാണുമ്പോൾ ആ ഒരു പിക്ചറിൽ നിന്ന് തന്നെ മാക്സിമം പോർഷൻസ് കിട്ടും. അപ്പം മാപ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കൃത്യമായി പഠിക്കുക. ദെൻ അതോടൊപ്പം തന്നെ ജോഗ്രഫിയിൽ നിന്ന് അടുത്തത് ഒരു ചെറിയ പോർഷനാണ് അറ്റ്മോസ്ഫിയർ. അതുമായി ബന്ധപ്പെട്ട ലെയേഴ്സ് പഠിക്കുക അല്ലേ? അന്തരീക്ഷവും അന്തരീക്ഷ പാളികളും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇതും എളുപ്പമാണ്. ട്രോപ്പോസ്ഫിയർ എവിടെ, മീസോസ്ഫിയർ എവിടെ,
അവിടെ അങ്ങനെ ബേസിക് ലെവലിൽ തന്നെയാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. പക്ഷേ പഠിക്കുമ്പോൾ ഒന്ന് അവിടെ എന്തൊക്കെ നടക്കുന്നു, ജെറ്റ് പോകുന്നത് എവിടെ എന്നൊക്കെ നമ്മൾ പഠിക്കാറില്ലേ, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. 6 ടോപ്പിക്കാണ് പറയുന്നത്. എളുപ്പമുള്ള 6 ടോപ്പിക്ക് ഞാൻ പറഞ്ഞു. ഇനി നോക്കിക്കോളൂ, 7ാമത്തെ ടോപ്പിക്ക് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കായികം. ബോയ്സിന് പ്രത്യേകം താല്പര്യമുള്ള ഒരു മേഖലയാണ്, ഒഴിവാക്കരുത്. ഈ മേഖലയിൽ നിന്ന് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സിലും ഒക്കെ നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടാകാം, ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. ദെൻ അടുത്തത് എളുപ്പമുള്ളതാണ്. കേരളത്തിലെ ആദ്യത്തെ കുറച്ച് സമരങ്ങളുണ്ട്, ആദ്യകാല സമരങ്ങൾ. ഇത് പഠിക്കാൻ വേണ്ടി എന്തുപയോഗിക്കുക? നിങ്ങൾ നമ്മുടെ PSC ബുള്ളറ്റിലെ കേരള എന്ന് പറയുന്ന ബുക്കുണ്ട്, കേരളത്തിൻ്റെ വജ്ര ജൂബിലി, അങ്ങനെ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ആ ബുക്കിലെ കണ്ടന്റ് തന്നെ പഠിക്കുക. എന്ത് പഠിക്കാൻ പറ്റും? കേരളത്തിലെ ആദ്യകാല സമരങ്ങൾ പഠിക്കണമെങ്കിൽ. 9ാമത്തെ പോർഷൻ എന്താണ്? നമുക്ക് ബയോളജിയിലേക്ക് കടക്കാം. രോഗങ്ങൾ മറന്നു പോകരുത്. അവ എന്ത് മീഡിയത്തിൽ കൂടെ പകരുന്നു എന്നുള്ള തരത്തിൽ പകരുന്നവ കൊതുകാകാം, വെള്ളമാകാം, വായു ആകാം, അങ്ങനെ തന്നെ തരം തിരിച്ചു പഠിക്കുക. ക്ലിയർ ആണല്ലോ ആ പോർഷൻ? അടുത്തത് ജീവകങ്ങൾ. വലിയ ടോപ്പിക്കാണ്, എങ്കിലും എന്താ ബേസിക് ലെവൽ പഠിക്കുക. കൊഴുപ്പിലടിയുന്നവയേത്, അല്ലാത്തവയേത്, മറ്റൊരു പേരെന്ത്, ബോക്സ് വെച്ച് തന്നെ ഉണ്ട് പാഠപുസ്തകത്തിൽ, SCRT അത് തന്നെ പഠിക്കുക. ഓക്കെ. അടുത്ത് 11ാമത്തെ പോർഷൻ എന്താണ് പറയുന്നത്? സംസ്ഥാനങ്ങളെ പറ്റി. എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഇപ്പോൾ ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ല. പക്ഷെ PSC ആവർത്തിച്ച തരത്തിലുള്ള സംസ്ഥാനങ്ങൾ പൊതുവിവരങ്ങൾ എന്നുള്ളതുണ്ടായിരുന്നു. മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ ഉള്ള സംസ്ഥാനങ്ങളുടെ പൊതുവിവരങ്ങൾ, അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു മേഖല എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു മേഖലയാണ് സംസ്ഥാനങ്ങളിൽ കൊടുത്തിരിക്കുന്നത്, അല്ലേ? ഇവിടെ കേരള സർക്കാരിൻ്റെ ആരോഗ്യക്ഷേമ പദ്ധതികൾ ചോദിച്ചിട്ടുണ്ട്. ഈ ആരോഗ്യക്ഷേമ പദ്ധതികൾ പഠിക്കുമ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വളരെ നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആർദ്രം പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയ വർഷം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പദ്ധതികൾ പഠിക്കുമ്പോൾ കൃത്യമായി തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇവിടെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട്. മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പവും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി വൺ ഹെൽത്ത് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അപ്പം അത് രണ്ടും കൃത്യമായി തന്നെ ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനിയും 12 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത പോയിന്റ്സിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ്? വൈറ്റമിൻസ് പഠിച്ചിട്ടുണ്ട്. ഇനിയും മനുഷ്യ ശരീരം പൊതുവായ അറിവുകൾ എന്നുള്ള മുഴുവനാണ് ചോദിച്ചേക്കുന്നത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൃദയമാണ് കൃത്യമായ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. അപ്പം ഹൃദയം പഠിക്കുമ്പോൾ തന്നെ രക്തം പഠിക്കാൻ പറ്റും, അല്ലേ? ഒന്ന് ജനറലി നോക്കിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഉപകാരപ്രദമായിരിക്കും. ക്ലിയർ ആണല്ലോ? ഫിസിക്സിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടുന്ന് ചോദിച്ചേക്കുന്ന പോർഷൻ ലൈറ്റാണ്. ലൈറ്റാണ് പോർഷൻ ചോദിച്ചേക്കുന്നത്. സൗണ്ട്, ലൈറ്റ് തുടങ്ങിയ പോർഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനൊന്ന് ഫോക്കസ് ചെയ്ത് ലൈറ്റ് വലിയ ക്വസ്റ്റ്യൻസ് ഇതല്ല എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിൻ്റെ മൂല്യം എത്രയാണ്? ബേസിക് ലെവലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സിൽ നിന്നും കടന്നു വന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനിയും ഉറപ്പായിട്ടും ചോദിക്കും ഈ ഒരു പോർഷൻ പഞ്ചായത്തി രാജ്. ക്ലിയർ ആണോ? പഞ്ചായത്തി രാജ് ഉറപ്പായിട്ടും തന്നെ ചോദിക്കുന്നതാണ്. ഇനിയും ലോകമഹായുദ്ധങ്ങൾ ഉറപ്പായിട്ടും നോക്കുക. ലോകമഹായുദ്ധങ്ങൾ ഓക്കെ. അതിൽ ഇവിടെ റഷ്യൻ വിപ്ലവമാണ് കാര്യമായിട്ട് തന്നെ ചോദിച്ചേക്കുന്നത്. അടുത്ത പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്തായാലും ഈ പോർഷൻസ് ഉണ്ടാകും. നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അടുത്തത് ആരാണ്? ഗാന്ധിജി. ഇവർക്ക് ഹൈലൈറ്റ് ചെയ്ത് ഗാന്ധിജി ഇവരുടെ സംഭാവനകൾ, സമരങ്ങൾ തുടങ്ങിയവ കൃത്യമായി തന്നെ പഠിക്കുക. ക്ലിയർ ആണല്ലോ? ഇനിയും അടുത്തത് കെമിസ്ട്രിയിലെ ബ്ലോക്കുമായി ബന്ധപ്പെട്ട ആവർത്തന പട്ടിക എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് എന്തായാലും ഈയിടെ PSC
നല്ല ക്വസ്റ്റ്യൻസ് കണ്ടെത്തുന്ന ഒരു മേഖലയാണ്. അവിടെ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. ഇനിയും ഞാൻ ഇവിടുത്തെ എല്ലാ പോർഷനും ഒന്നും പറയുന്നില്ല. മാക്സിമം 18 പോർഷൻസ് സയൻസും GKയും കൂടിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് നോക്കിയിട്ട് മസ്റ്റായിട്ടും കയറണം. ഇനി എന്താ പഠിക്കാനുള്ളത്? അവിടുത്തെ കോർ ഏരിയ ഉള്ള ബാക്കി 3 സബ്ജക്റ്റുകൾ നമുക്കറിയാം. നമ്മുടെ മാത്സ് ഉണ്ട്, നമ്മുടെ ഇംഗ്ലീഷ് ഉണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് എന്തുണ്ട്, അവിടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ഇനി അടുത്തത് എന്താണ് അവിടെ ഉള്ളത്? നമ്മുടെ മലയാളം. ഈ പോർഷൻസ് എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നോക്കിക്കോളൂ, കോർ ഏരിയ ഒഴിവാക്കിയിട്ടുള്ള പോർഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇത്ര പോർഷൻസ് ഒന്ന് വായിച്ചിട്ട് പോയാൽ എന്തായാലും ഇതിൽ നിന്നും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കും. CPO എക്സാംസിന് വേണ്ടി അടുത്ത് ഈ വരാൻ പോകുന്ന CPO എക്സാംസിന് വേണ്ടി ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ ക്രാഷ് കോഴ്സ് നടത്തി വരുന്നുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതേ പോർഷൻസ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ കോഴ്സ് ഫീസായിട്ട് വരുന്നത് 999 രൂപ, 999 റുപ്പീസാണ് വരുന്നത്. ഈ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കറിലൂടെ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്കും പഠിക്കാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ ഈ പറയുന്ന സിലബസ് എല്ലാം തന്നെ കവർ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ അവിടെ നമുക്ക് മോഡൽ എക്സാം ഒക്കെ എഴുതി നോക്കാം, അധ്യാപകരോട് സംശയമൊക്കെ ചോദിക്കാം, പഠനം കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ കൊണ്ടുപോകാം, ഉറപ്പിക്കാം നമുക്ക് റിസൾട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ടും ഇനിയും ചാനലിൽ കാണാം. താങ്ക് യു സോ മച്ച്.